ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും മുൻ ദേവസ്വം കമ്മീഷണറുമാണ് എൻ വാസു എന്നതാണ് എടുത്തു പറയേണ്ടത്. എൻ വാസുവിനെ ഈ മാസം 24 വരെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. 2019 മാർച്ചിൽ വാതിൽപ്പാളിയിലെ സ്വർണം ഉരുക്കിയത് എൻ വാസുവിന്റെ അറിവോടെ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിലെ 3ാം പ്രതിയാണ് നേരത്തെ തന്നെ വാസു. മുരാരി ബാബുവും സുധീഷ് കുമാറും വാസുവിനെതിരെ നിർണായകമായ മൊഴി നൽകിയിരുന്നു. പാർട്ടിയുമായി അടുത്ത ബന്ധമുള്ള എൻ വാസു അറസ്റ്റിലാകുന്നതോടുകൂടി CPIM അങ്ങേയറ്റത്തെ പ്രതിരോധത്തിലേക്ക് ആവുകയാണ്. മാത്രവുമല്ല, അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയായിരുന്നു. CPIMന്റെ ഏറ്റവും വിശ്വസ്തനായ വ്യക്തി കൂടിയാണ്. മന്ത്രിമാരുമായി ചേർന്ന് പ്രവർത്തിച്ച ആൾ കൂടിയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇതാ CPIMന്റെ ഒരു നേതാവിലേക്ക് തന്നെ എത്തി എന്നതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. ആരെയും സംരക്ഷിക്കാറില്ല എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. എന്നാൽ വാസു അറസ്റ്റിലാകുന്നതോടെ CPIM നേതൃത്വത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പങ്ക് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഏറ്റവും നിർണായകമായ നീക്കമാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. ശബരിമല ശ്രീകോവിലെ കട്ടിള കൊണ്ടുപോയ സംഭവത്തിൽ, കട്ടിളയിൽ നിന്ന് സ്വർണം മാറ്റിയ സംഭവത്തിലാണ് 3ാം പ്രതിയായ വാസുവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. CPIMനെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു അറസ്റ്റായി ഇത് മാറുമെന്ന് ഉറപ്പാണ്. കാരണം CPIM സർക്കാരിന്റെ കാലത്ത് ദേവസ്വം കമ്മീഷണറും അതിനുശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ ആളാണ് വാസു. കൂടുതൽ അടുത്തേക്ക് CPIM നേതാക്കളുടെ കൂടുതൽ അടുത്തേക്ക് അന്വേഷണ സംഘം എത്തുന്നു എന്നതിന്റെ തെളിവായി കൂടി ഇത് കാണണം. ക്യൂവിലുള്ളത് CPIMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും മുൻ ജില്ലാ സെക്രട്ടറി അംഗവും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന പത്മകുമാറാണ്. വാസു കഴിഞ്ഞ അടുത്ത പത്മകുമാറിലേക്കാണോ അന്വേഷണ സംഘത്തിന്റെ നീക്കമെന്നാണ് ഇനി അറിയേണ്ടത്. നേരത്തെയൊക്കെ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞ് CPIMന് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ CPIMന്റെ യഥാർത്ഥ നോമിനികളെ തന്നെ, നേരത്തെ അറസ്റ്റായ ഉദ്യോഗസ്ഥർക്കൊക്കെ കോൺഗ്രസ് പശ്ചാത്തലമെന്നാണ് CPIMന്റെ ആരോപണം. ഏതായാലും ഇപ്പോൾ വാസു പൂർണ്ണമായും CPIMന്റെ മുൻ നേതാവാണ്, പ്രാദേശിക നേതാവായിരുന്നു. പിന്നീട് ദേവസ്വം കമ്മീഷണറും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ആയത് CPIM ഭരിക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ വാസുവിന്റെ അറസ്റ്റ് CPIMന് പിടിച്ചു നിൽക്കാൻ, പറഞ്ഞു നിൽക്കാൻ അത്ര എളുപ്പമുള്ള ഒന്നല്ല. എങ്കിലും ആരെയും അറസ്റ്റ് ചെയ്തോട്ടെ, അയ്യപ്പന്റെ ഒരു തരി പൊന്ന് ആര് കൊണ്ടുപോയാലും അവരെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന നിലപാടാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്നും ആവർത്തിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കാര്യം ഉറപ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അത് അന്നും നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളുണ്ടായതാ ആ പത്രസമ്മേളനത്തിൽ. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരാളെയും സംരക്ഷിക്കാനുള്ള ഒരു തരി സ്വർണം അയ്യപ്പൻ്റെത് ഒരാളും കക്കാനോ മാറ്റാനോ പാടില്ല. അത് കൃത്യമായിട്ട് ലഭിക്കത്തക്ക രീതിയിൽ ആവശ്യമായ അന്വേഷണം നടത്തി ആരാണ് എന്നുള്ളത് നോക്കേണ്ട കാര്യമില്ല. ആരായാലും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നിലകൊള്ളുന്നത്. വാസുവിന്റെ അറസ്റ്റ് കൊണ്ട് മാത്രം കാര്യങ്ങൾ അവസാനിക്കില്ല. മന്ത്രി രാജിവെക്കണം, ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യവുമായി BJP വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. മന്ത്രിയാണ് മാറേണ്ടത്. സർക്കാരിന്റെ അറിവോടുകൂടിയാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള നടന്നതെന്ന ആരോപണമാണ് BJP ഉന്നയിക്കുന്നത്. ഇങ്ങനെ ഒരു സ്കാം, എന്തെങ്കിലും കൊള്ള ഉണ്ടായാൽ ശകല ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം എന്ന് ആരാ പറഞ്ഞത്? അന്നത്തെ പ്രതിപക്ഷ നേതാവായ ഇന്നത്തെ മുഖ്യമന്ത്രിയല്ലേ പറഞ്ഞത്? അപ്പൊ എന്തുകൊണ്ട് വാസുവിൻ രാജിവെക്കുന്നില്ല? അതൊരു ചോദ്യമല്ലേ? അതിന്റെ ഒരു ഉത്തരം തരണം. സർക്കാരിന്റെ നിലപാട് കടുപ്പിക്കാനാണ് കോൺഗ്രസിന്റെയും തീരുമാനം. നാളെ കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചുണ്ട്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ നേരത്തെ തീരുമാനിച്ചിരുന്ന മാർച്ചാണ്. ഇപ്പോൾ വാസുവിന്റെ കൂടി അറസ്റ്റോടുകൂടി കാര്യങ്ങൾ കുറച്ചുകൂടി കടുപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. സർക്കാരിനെതിരെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വലിയ പ്രചരണ വിഷയമായി ഇത് മാറും. അടുത്തതാരാണ് SITയുടെ അന്വേഷണത്തിന് മുന്നിൽ ജയിലിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. സർക്കാരും CPIM അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാവുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ. ഇതാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ എന്നത്. വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാകും. കാരണം ഇതുവരെയും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ തലത്തിൽ ഉള്ള, അല്ലെങ്കിൽ പാർട്ടിയുമായി അത്രമേൽ ചേർന്ന് നിൽക്കുന്ന ഒരാൾ അറസ്റ്റിലായിട്ടില്ല എന്നത് പ്രതിരോധമായിരുന്നുവെങ്കിൽ ആ പ്രതിരോധ കോട്ട ഇപ്പോൾ പൊളിയുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എൻ വാസു എന്നത് CPIMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി തന്നെയാണ്. CPIMൽ വലിയ സ്വാധീനമുള്ള ആൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ CPIMന്റെ നോമിനിയായി തന്നെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പദവിയിൽ എത്തിയ ആൾ കൂടിയാണ്. അങ്ങനെ ഒരാൾ അറസ്റ്റിലാകുന്നതോടുകൂടി സർക്കാരിനെതിരായ പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികൾ കടുപ്പിക്കുക തന്നെ ചെയ്യും.